വെൽക്കം ടു ടീൻസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു കള്ളപ്പമാണ് ഉണ്ടാക്കുന്നത്. കള്ളൊഴിക്കുന്നില്ല ഇതിനകത്ത്, പക്ഷേ കള്ളിൻ്റെ ടേസ്റ്റോട് കൂടിയ നല്ലൊരു കള്ളപ്പമാണ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 ഗ്ലാസ് അരി ഞാനിവിടെ ഒരു 7-8 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുറി തേങ്ങ, ഒരു നല്ല വലിയ മുറി തേങ്ങ വേണേ. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇതുപോലെ 1 കപ്പിന് കുറച്ച് ചോറ്, ചുവന്നുള്ളി, ഒരു 4-5 കഷ്ണം ചുവന്നുള്ളി. ഇത് തേങ്ങാ വെള്ളമാണ്. ഇപ്പം ഇന്ന് നമുക്ക് അരയ്ക്കണമെങ്കിൽ തലേന്ന് രാവിലെ കുറച്ച് തേങ്ങാ വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് ഇളക്കി വെക്കണേ. അങ്ങനെ ഇളക്കി വെച്ചിട്ട് ഇന്നലെ അത് ചെയ്ത് വെക്കണം, ഇന്നാണ് അത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെയുള്ള തേങ്ങാ വെള്ളമാണിത്. ആദ്യം ഈ പകുതി അരി ഒന്ന് അരച്ചെടുക്കണേ. ഇത് 2 ഗ്ലാസ് ആയിട്ട്, 1 ഗ്ലാസ്സേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല, ഒരു പ്രാവശ്യമായിട്ട് അരച്ചെടുക്കുക. അതിപ്പോൾ 2 ഗ്ലാസ് ആയ കാരണം മൊത്തത്തിൽ നമുക്ക് അരയ്ക്കാൻ പറ്റത്തില്ലേ. ഈ അരിക്കകത്തോട്ട് നമ്മൾ ഈ ചുവന്നുള്ളിയും കൂടെ അങ്ങ് ഇടണേ. ചുവന്നുള്ളി ഒന്ന് 2ആയിട്ട് കീറിയിടാവേ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്പൂണ്, ഇത് 1/2 ടീസ്പൂണാണ് ജീരകം. നമ്മൾ തോരനൊക്കെ അരയ്ക്കത്തില്ലേ, ആ ജീരകമാണ്. ഇതിലേക്ക് ഈ തേങ്ങാ വെള്ളം ഇല്ലേ, അതങ്ങ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞായിരുന്നു, ഒരുപാട് വെള്ളം ആകരുതേ. അപ്പോൾ ഇത് അതാണ്ട് നിങ്ങൾക്ക് കാണാമല്ലോ, അരിയുടെ ആ ഒരു നെകക്കെ ആകത്തുള്ളൂ ഈ വെള്ളം കേട്ടോ. ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ അരി ഞാനൊരു പകുതി അരച്ചിട്ടുണ്ട്, പകുതിയെ അരഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഈ തേങ്ങ അങ്ങ് ചേർത്ത് കൊടുക്കണേ. ഇത് നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. ഇത് നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണും കൂടി ഇടാം. ഞാനിപ്പം ഈ തേങ്ങാ വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതിനകത്ത് 1 ടേബിൾ സ്പൂൺ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പം 2 ടേബിൾ സ്പൂൺ ഇട്ടത്. ഇനി കുറച്ചുകൂടെ മധുരം വേണ്ടവർക്ക് അത് കുറച്ചുകൂടി ഇടാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മളിത് തേങ്ങയും അരിയും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കുറുകിയ ബാറ്റർ ആയിരിക്കണേ, ഒരുപാട് നീണ്ടു പോകരുത്. കള്ളപ്പത്തിന് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. ഇനി ബാക്കിയിരിക്കുന്ന അരിയും കൂടെ നമുക്കതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ചോറും കൂടെ അരയ്ക്കാനുള്ളതാണ്. അപ്പോൾ ഒരു സ്വല്പം കൂടെ വെള്ളം കൂട്ടി കൊടുക്കണം. ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതും ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞേക്കുന്നത് കണ്ടോ. ഇത് അരിയുടെ മേളിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കാരണം ആ ചോറ് അരിഞ്ഞ് വരുമ്പോൾ അപ്പം കറക്റ്റായിട്ട് കിട്ടും. ഒരു സ്വല്പം തേങ്ങാ വെള്ളം കൂടെ ഉണ്ട്, അതും കൂടെ നമ്മളങ്ങ് ആഡ് ചെയ്യണേ. ഇതിലേക്ക് നമ്മൾ ഈ ചോറും കൂടി ഇട്ട് കൊടുക്കണേ. എന്നിട്ട് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ഇത് അര ടീസ്പൂണിൻ്റെ ഒരു സ്പൂണാണ്. ഒരു സ്വല്പം കൂടെ ചേർത്ത് കൊടുക്കും, ഒരു 3/4 ടീസ്പൂൺ നമ്മൾ ഈസ്റ്റ് ഉപയോഗിക്കണേ. എന്നിട്ടിത് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ ചോറും ഈസ്റ്റും അരിയും കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ. ഇതിൻ്റെ ഈസ്റ്റ് നമ്മൾ ഏറ്റവും അവസാനമല്ലേ ചേർത്തേ, അപ്പോൾ ഇത് മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകണേ. നമ്മൾ ഈസ്റ്ററിനും ക്രിസ്മസിനും ഒക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന അപ്പമാണ് കള്ളപ്പം അല്ലേ. കള്ള് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും 1 കപ്പ് കള്ള്, ആ തേങ്ങാ വെള്ളത്തിന് പകരം 1 കപ്പ് കള്ള് ഒഴിക്കണേ. കള്ളൊഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ്. അത് കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം. എനിക്കിപ്പം ഇവിടെ കള്ള് കിട്ടാൻ ഒരു വഴിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ടിപ്സിലൊക്കെ കാര്യങ്ങളങ്ങ് നടത്തുന്നത്. കള്ളില്ലാത്തവർ ഇതുപോലെ തേങ്ങാ വെള്ളം ഒരു ദിവസം മുന്നേ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് കലക്കി അങ്ങനെ അങ്ങ് അടച്ചു വെച്ചേക്കണേ. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി വെച്ച് നമുക്കൊരു 7-8 മണിക്കൂർ അടച്ചു വെച്ചേക്കണേ. 8 മണിക്കൂർ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതും കൂടെ എല്ലാവരും കാണണേ. എൻ്റെ ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചേക്കാവേ. നമ്മളിവിടെ കള്ളപ്പത്തിന് അരച്ച് വെച്ചത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കള്ളൊഴിച്ചിട്ടില്ല, നമ്മൾ ആ ഒരു തേങ്ങാ വെള്ളം തലേന്ന് പഞ്ചസാരയൊക്കെ ഇട്ടിട്ടേ
നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ. പിന്നെ ഈസ്റ്റുമാണ് നമ്മൾ ചേർത്തേക്കുന്നത്. കണ്ടോ, നല്ല പോലെ പൊങ്ങി ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണേ. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കണം. ഇത് ഈസ്റ്ററിനൊക്കെ നല്ല അടിപൊളി കള്ളപ്പമായിട്ട് വരും കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും സ്റ്റൂവോ, ചിക്കൻ സ്റ്റൂവോ, മട്ടൺ സ്റ്റൂവോ, അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂവോ എന്ത് വേണേലും നമുക്ക് കഴിക്കാം. ഈ സമയത്ത് നമ്മൾ മധുരമൊക്കെ ഒന്ന് നോക്കി വെക്കണേ. ശരിക്കും ഇതങ്ങ് പൊങ്ങി വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ സൈഡിലെല്ലാം ആയത് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങിയിരിക്കുക. ഇനിയിപ്പം നമുക്ക് കള്ളപ്പം ഉണ്ടാക്കിയെടുത്താൽ മതിയേ. നമ്മളിവിടെ ഒരു തവ എടുത്ത് വെച്ചിട്ടുണ്ട്. തവ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇത് ഒരുപാട് പരത്തരുത്. ഇങ്ങനെ മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നാക്കിയാൽ മതിയേ, ഒരുപാട് പരത്തരുത്. നല്ല പോലെ മാവ് പൊങ്ങുന്നതിൻ്റെ ഒരു അടയാളമാണ് ഇങ്ങനെ ഈ ഹോൾസ് ഒക്കെ വരുന്നത്. ഞാൻ പാലപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഇതിപ്പം കള്ളപ്പമായിരിക്കും മിക്കവാറും ഈ ഈസ്റ്ററൊക്കെ വരുമ്പോൾ എല്ലാവർക്കും താല്പര്യം. അതുകൊണ്ടാണ് ഞാൻ കള്ളപ്പത്തിൻ്റെയും കൂടെ റെസിപ്പി ഇടാമെന്ന് വിചാരിച്ചത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമാവണേ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തേക്കണേ. ചിലർ ഇത് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് എടുക്കും. ഞാൻ അങ്ങനെ അടയ്ക്കുന്നില്ല, അല്ലാതെ തന്നെ ചുമ്മാ അതിങ്ങനെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ എടുക്കുകയാണ്. ഈ ഡക്ക് മപ്പാസിൻ്റെ കൂടെയൊക്കെ ഇത് അടിപൊളിയാണ് കേട്ടോ. കള്ളപ്പം മപ്പാസ് ഉണ്ടാക്കത്തില്ലേ നമ്മൾ താറാവ് കൊണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ കള്ളപ്പവും താറാവ്. ഈസ്റ്ററിൻ്റെ സ്പെഷ്യൽ അതൊക്കെ. ചിക്കൻ സ്റ്റൂ ആണെങ്കിലും നല്ലതാണ്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാവേ. നല്ല സോഫ്റ്റായത്. ഒരെണ്ണം കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ നമ്മൾ ഈ അപ്പം എല്ലാം അങ്ങ് ഉണ്ടാക്കിയെടുത്താൽ മതിയെ. ചിലർക്ക് കുറച്ച് മുരിഞ്ഞ അപ്പമായിരിക്കും ഇഷ്ടം, ചിലർക്ക് ആ വെള്ള കളറിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്കൊക്കെ വെള്ള കളറിലിരിക്കുന്ന ഇഷ്ടം. നമ്മുടെ സോഫ്റ്റ് നല്ല അടിപൊളി പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ഡക്ക് മപ്പാസ് അല്ലെ ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ എല്ലാത്തിൻ്റെ കൂടെ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള സോഫ്റ്റ് കള്ളപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് നല്ല ചിക്കൻ സ്റ്റൂ, മട്ടൺ സ്റ്റൂ അല്ലെങ്കിൽ ഡക്ക് മപ്പാസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ആയിട്ട് അല്ലെ ഡക്ക് റോസ്റ്റ് ഏതിൻ്റെ കൂടെയും ചേർന്ന് പോകുന്ന ഒരു അപ്പമായത് കേട്ടോ. പാലപ്പമാണേലും കള്ളപ്പമാണേലും നമ്മൾ ഈസ്റ്ററിന് കൂടുതൽ നമ്മൾ ഇതുപോലെ കള്ളപ്പമായിരിക്കും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഈസ്റ്ററിന് ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പം കൂടിയും കുറഞ്ഞും എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഈസ്റ്ററൊക്കെ നല്ല അടിപൊളിയായിട്ട് ആഘോഷിക്കുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.